ബാസ വേഴ്സസ് ബൊറുസിയ മത്സരത്തിൽ ബാസ 3-2 വിൻ ചെയ്തിട്ടുണ്ട്. ബൊറുസിയയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടന്നത്. ഈ ഒരു ബൊറുസിയ ഡോർട്ട്മണ്ട് ആണെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ UCL മാച്ചിൽ അൺബീറ്റൺ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അൺബീറ്റൺ റെക്കോർഡാണ് ഇപ്പോൾ ബാസ അവസാനിപ്പിച്ചിട്ടുള്ളത് 3-2 ആ ഒരു വിജയത്തോടു കൂടി. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ തുടക്കം മുതൽ ബാസ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബൊറുസിയക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബാസ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ബാസ ഗെയിം റിതം കണ്ടെത്താൻ തുടങ്ങി. ആൻഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ 52-ാം മിനിറ്റിൽ റഫീനിയാണ് നമുക്ക് ആദ്യ ഗോൾ നേടിത്തരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗോളായിരുന്നു. അതിനുശേഷം കുബാർസിയുടെ ഒരു മിസ്റ്റേക്ക് കാരണം, അതായത് ചെറിയൊരു പുഷ് കാരണം ബൊറുസിയക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു. ശരിക്കും ആ ഒരു പെനാൽറ്റി കുബാർസി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്ലെയർ ഇപ്പോൾ പുഷ് ചെയ്യാണ്ട് നിന്നിരുന്നെങ്കിൽ അത് ഗോൾ പോലും ആവത്തില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. എന്തായാലും പറഞ്ഞു തരുന്നത്, ആ ഒരു പുഷ് കാരണം നമ്മുടെ ആ ഒരു ഗെയിം റിതം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മിസ്റ്റേക്ക് കുബാർസി മനസ്സിലാക്കി നെക്സ്റ്റ് മാച്ചിൽ റെക്ടിഫൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻസ് ഫ്ലിക്ക് 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റഫീനിയും അതേപോലെ തന്നെ ലെവൻഡോസ്കിനെയൊക്കെ സബ് ചെയ്തു. റഫീനിയൊക്കെ ആണെങ്കിൽ ഫാറ്റിക് ഇഷ്യൂസ് വന്നു എന്നാണ് ഫ്ലിക്ക് പറഞ്ഞത്. അല്ലാണ്ട് ഇഞ്ചുറിയോ കാര്യങ്ങളോ പ്ലെയറിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫെറാൻ ടോറസും അതേപോലെ തന്നെ ഫെർമിനൊക്കെയാണ് വന്നത്. അതേസമയത്ത് മിഡ്ഫീൽഡിലാണെങ്കിൽ പെഡ്രിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് എറിക് ഗാർസിയ വന്നു. അതേപോലെ തന്നെ ഈ ഒരു ഓൾമോണിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രാങ്ക് ഡിയോങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നതിന് ശേഷം ബാസ അത്യാവശ്യം നല്ലൊരു ബിൽഡപ്പ് നടത്തിയിട്ട് ഒരു ഗോൾ നേടി. നമ്മുടെ ജൂൾസ് കോണ്ടെ ഫെർമിന് പാസ് നൽകുകയും ഫെർമിന് ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുകയും ആ ഒരു ഷോട്ട് ഈ ഒരു ബൊറുസിയയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു സേവ് ആയിരുന്നു. പക്ഷേ അത് റീബൗണ്ടായി നമ്മുടെ ഫെറാൻ ടോറസ് ഗോളാക്കി മാറ്റി. ആ ഒരു ഗോളോട് കൂടി കഴിഞ്ഞ 3 മത്സരത്തിൽ ഫെറാൻ ടോറസ് ബാസയ്ക്ക് വേണ്ടിയിട്ട് 3 ഗോളുകളാണ് നേടിത്തന്നത്. അതിലൊരു മാച്ച് മാത്രമാണ് പ്ലെയർ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാൻ തുടങ്ങിയത്. അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 2 മാച്ചിലും സൂപ്പർ സബ് എന്ന രീതിയിൽ വന്നിട്ടാണ് ഗോളുകൾ നേടിത്തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് പ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൊറുസിയ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. കിടിലനായിട്ടുള്ളൊരു ഓപ്പൺ പ്ലേ ഗോളായിരുന്നു അത്. ബാസ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതും മറികടന്നിട്ടാണ് ബൊറുസിയ ആ ഒരു ഗോൾ നേടുന്നത്. അതുമാത്രമല്ല, ഇനാക്കി പിന്നെയാണെങ്കിൽ ബോക്സിൽ നിന്നും പുറത്തേക്ക് വന്ന് ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതും ഈ ഒരു ബൊറുസിയ പ്ലേയേഴ്സ് ടാക്കിൾ ചെയ്ത് ഗോൾ നേടി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ചില മത്സരങ്ങളിൽ ചില ടീംസ് ബാസയുടെ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്തിട്ട് ഗോൾ നേടുന്നുണ്ട്. അത് നേടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബാസ ചില സമയത്ത് ഈ ഒരു ചുറ്റുപാട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു മൊമെൻറ്റിലൊക്കെയാണ് ഈ ഒരു ഗോളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മയോർക്ക മത്സരത്തിൽ മയോർക്കയുടെ ഒരു പ്ലെയർ ഈ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ത്രൂ പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ബാസ പ്ലേയേഴ്സ് വിചാരിച്ചത് ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റഡ് ആയി എന്നായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് ആരുടെ ഭാഗത്ത് വന്നിട്ടില്ല. ഇനിഗോ മാർട്ടീനസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതുമാത്രമല്ല, ബാൽഡിയുടെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് ആ ഒരു സോണിൽ നിന്നും ഒരു അറ്റാക്ക് വരികയാണ്. അങ്ങനെയാണ് ആ ഒരു കൗണ്ടർ അറ്റാക്ക് നടക്കുകയും മയോർക്ക് ബാസയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗോൾ നേടുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ചില സമയത്ത് ബാസ അവെയർ ആവാതെ നിൽക്കുമ്പോഴാണ് ഈ ഗോളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവെയർനെസ് ലെവൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട്. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി ബാസ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട്, അതായത് ബൊറുസിയ ഈക്വലൈസർ നേടിയതിന് ശേഷം നമ്മുടെ ഫെറാൻ വീണ്ടും ഒരു ഗോൾ നേടി. ആ ഒരു ഗോളിൻ്റെ ബിൽഡപ്പ് അത്യാവശ്യം നൈസായിരുന്നു. ബാസ് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. പെഡ്രിയാണ് അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പെഡ്രി ലെമീന് പാസ് നൽകുന്നു. അത് കഴിഞ്ഞ ഉടനെ ലെമീൻ ഈ ഒരു ഫെറാൻ ടോറസിനെ ഫോക്കസ് ചെയ്ത് ഒരു പാസ് നൽകുന്നു. ഫെറാൻ ആണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു, ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ ബാസ് ഈ ഒരു മാച്ച് 3-2 വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെറാൻ ടോറസ് എന്ന് പറയുന്ന താരം കഴിഞ്ഞ 3 മത്സരത്തിൽ ബാസയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 4 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഫോമാണ് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് പ്ലെയർ സൂപ്പർ സബ്ബായിട്ട് വരുന്നതാണ് നല്ലത്. സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ പോലെ തന്നെ സൂപ്പർ സബ്ബായിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ ഈ ഒരു വിജയത്തോടു കൂടി നിലവിലുള്ള UCL ടേബിളിൽ ബാസ 2ാം സ്ഥാനത്താണുള്ളത്. 15 പോയിൻറ്റ്സാണ് ബാസയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതേസമയത്ത് ലിവർപൂൾ ആണെങ്കിൽ 1ാം സ്ഥാനത്തുണ്ട്. 18 പോയിൻറ്റ്സാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് 16 ഏറെക്കുറെ ഇന്നാണ്. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന അറ്റ്ലാന്റ മാച്ച്, അതേപോലെ തന്നെ ബെൻഫിക്ക മാച്ചിൽ ബാസ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ക്രിയേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ആ മാച്ചൊക്കെ നടക്കുന്നത് ജനുവരിയിലാണ്. ഐ ആം വെയിറ്റിംഗ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ബാസ വേഴ്സസ് ഡോർട്ട്മണ്ട് മാച്ചിൽ നമ്മുടെ അറോഹോ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഹാൻസ് ഫ്ലിക്ക് പ്ലെയറെ യൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നെക്സ്റ്റ് മാച്ചിൽ പ്ലെയറെ യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലെഗനസ് മാച്ച്,
അത്ര വലിയൊരു ഒപ്പോണൻ്റ് അല്ല. എന്തായാലും ആ ഒരു മാച്ചിൽ പ്ലെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിതം പ്ലെയറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. നടക്കില്ലയോ എന്നതെല്ലാം കണ്ടന്റ് അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോത്തുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.